അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കരാർ ചെയ്താൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കരാർ നിറവേറ്റുക. ശപഥങ്ങൾ ഉറപ്പിച്ച ശേഷം അവ ലംഘിക്കരുത്. അള്ളാഹുവിനെ നിങ്ങൾ അതിന് ജാമ്യക്കാരനാക്കിയതാണല്ലോ. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് അള്ളാഹു അറിയുന്നു. അള്ളാഹുവിൻ്റെ കരാർ എന്ന് പറഞ്ഞതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുസ്ലിങ്ങൾ ഏർപ്പെട്ട അനുസരണ പ്രതിജ്ഞയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചു കൊള്ളാമെന്ന സകലമാന കരാറുകളും ഉൾപ്പെടുന്നു. മനുഷ്യർ തമ്മിൽ ഇടപാടുകളിൽ വിശ്വസ്തത പ്രദാനം ചെയ്യുന്ന ഒരു ഘടകമാണ് കരാറ് പാലനം. ഈ വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ സമൂഹമോ ഇത് തന്നെ നിലനിൽക്കുകയില്ല. സ്വന്തം ശപഥങ്ങൾക്ക് അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കിയ ശേഷം ചെയ്യുന്ന ലംഘനങ്ങൾ ലജ്ജാകരമെന്ന് കരുതുകയും അങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് അള്ളാഹു അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താക്കീത് നൽകുകയും ചെയ്യുന്നു. കരാറ് പാലനത്തിന് ഇസ്ലാം അങ്ങേയറ്റം ഗൗരവം കൽപ്പിച്ചു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും അത് തയ്യാറായിരുന്നില്ല. കാരണം ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ പരസ്പര വിശ്വാസം നിലനിൽക്കാൻ അതെത്രയും ആവശ്യമാണ്. ഖുർആൻ ഇവിടെ കരാറുകൾ പാലിക്കണമെന്നും അവ ലംഘിക്കരുതെന്നുമുള്ള ആഹ്വാനത്തിൽ മാത്രം നിൽക്കാതെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. സംസാരിച്ചാൽ കളവ് അറിയുക, വിശ്വസിച്ചാൽ ചതിക്കുക, വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കുക. ഈ ലക്ഷണങ്ങൾ മുനാഫിക്കിൻ്റെ കപടവിശ്വാസിയുടെ ലക്ഷണങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ വളരെ വ്യാപകമായി ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് ടെലിഫോണുകൾ അല്ലെങ്കിൽ മൊബൈലിൽ ഒക്കെ നമ്മൾ പരസ്പരം വിളിച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു കരാറാണ്. അത് പാലിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മെ പറ്റിയുള്ള വിശ്വസ്തത മറ്റേയാൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സത്യവിശ്വാസികളായ നമ്മൾ ആരോട് കരാറ് ചെയ്താലും അത് പാലിക്കൽ നിർബന്ധമാണ്. കരാറുകൾ പാലിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.